ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഈ ഡെലിവറി എന്ന് പറയുന്നത് ഇത്രയും ആസ്വദിക്കാൻ പറ്റാവുന്ന ഒന്നാണെന്ന് ഇതുവരെ ഒരു ഗർഭിണിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആസ് എൻ അനസ്തറ്റിസ്റ്റ് ഞാൻ 100 കണക്കിന് പേഷ്യൻസിന് പെയിൻലെസ് ഡെലിവറിക്ക് വേണ്ടി എപ്പിഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഡെലിവറി ടൈമിൽ ഇവൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. എന്നാൽ പോലും സ്ത്രീകൾക്ക് ലേബർ ഇസ് എ വെരി ഡിമാൻഡിങ് പ്രോസസ്, ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. പണ്ട് കാലത്തെ ഈ സ്ത്രീകള് പ്രസവം കഴിഞ്ഞുകൊണ്ട് നെല്ലുകുത്താൻ പോകും എന്നുള്ള കഥകളൊക്കെ നമ്മൾ പണ്ട് വീടുകളിലും സിനിമകളിലൊക്കെ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒരു പല്ലവിയാണ്, തഗ് ഡയലോഗ്സ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുന്നത് അവരുടെ എന്തെങ്കിലും മിടുക്കൊണ്ടോ അല്ലെങ്കിൽ അത് അവർക്ക് അത്രമാത്രം ആസ്വദിച്ച് ചെയ്യുന്നൊന്നുമല്ല, മറിച്ച് അവരുടെ അന്നത്തെ സാഹചര്യം കൊണ്ടാണ്, അവർക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും, അന്നത്തെ കാലത്ത് ഈ ഡെലിവറിക്കിടയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെ ഒക്കെ മരണനിരക്ക്, അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും എത്രമാത്രം അലാമിംഗ് ആയിരുന്നു എന്നുള്ളത്. ഏഷ്യയിലെ തന്നെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഡെലിവറീസ് നടക്കുന്ന ഹോസ്പിറ്റൽ എന്ന റെക്കോർഡ് പലപ്പോഴും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ IMCH-നാണുള്ളത്. 90s കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ there is about 50% decline in maternal mortality rate. ഇന്ത്യയിൽ തന്നെ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഇതിന്റെ പ്രധാന കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറീസ് ആണ്. അതായത് മെജോറിറ്റി സ്ത്രീകളും ഹോസ്പിറ്റലിൽ തന്നെ പോയി ഡെലിവറി ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും കുറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കേരളം ആരോഗ്യരംഗത്ത് ഇങ്ങനത്തെ ഒരു ലോക നിലവാരത്തിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറീസ് തന്നെയാണ്. ഈ ഡെലിവറി എത്രയൊക്കെ നാച്ചുറൽ പ്രോസസ് ആണെന്ന് പറഞ്ഞാലും അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ ഒരുപോലെ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഡെലിവറി കോംപ്ലിക്കേഷൻസ്. ഇന്ന് നമുക്കറിയാം പല ആൾക്കാർക്കും പല ടൈപ്പിലുള്ള ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടൊരു ചികിത്സയും പരിചരണവും ഡെലിവറി ടൈമിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ